എല്ലാവർക്കും കുഞ്ഞൂസ് 293 മീഡിയയിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് പത്തനംതിട്ട കോന്നി എക്കോ ടൂറിസത്തിലാണ്. ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നത് ആനക്കൂടിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോകാം. ദാണ്ട് നമ്മൾ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കേരളം വന്യജീവി വകുപ്പിൻ്റെ വലിയൊരു ബോർഡ് തന്നെ കാണാം. ഇതിൽ ടൂറിസം പാക്കേജുകളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത് തന്നെ മറയൂർ ചന്ദനത്തടികൾ ചില്ലറ വിൽപ്പനയ്ക്ക് എന്ന് മറ്റൊരു ബോർഡും കാണാം. ഈ രണ്ട് ബോർഡിലും ഇവിടുത്തെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട്. പോകാൻ താല്പര്യമുള്ളവർക്ക് ഇതിൽ ബന്ധപ്പെടാവുന്നതാണ്. ആ കാണുന്നതാണ് ഓഫീസ്. അകത്തേക്ക് പോകണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. ഇവിടെ ടിക്കറ്റ് ചാർജിൻ്റെ ബോർഡ് കാണാം. ഇതിൽ മുതിർന്നവർക്ക് 80 രൂപയും കുട്ടികൾക്ക് സ്റ്റുഡൻസിനും 50 രൂപ നിരക്കും വീഡിയോ സ്റ്റിൽ ക്യാമറകൾക്ക് പ്രത്യേക നിരക്കുകളുമാണ് ഇവിടെ ഉള്ളത്. ആ കൂടിനോട് ചേർന്ന് തന്നെ ആനക്കൂടിൻ്റെ കാര്യങ്ങളെല്ലാം വിവരിച്ചുകൊണ്ട് അതെന്നാ സ്ഥാപിച്ചത്, എത്ര ഏക്കറിലാണ് ഈ കോന്നി എക്കോ ടൂറിസം നിൽക്കുന്നത്, അതിൻ്റെ സ്ഥാപിതമായ വർഷങ്ങളും കാര്യങ്ങളെല്ലാം രേഖപ്പെടുത്തിക്കൊണ്ടുള്ളൊരു ബോർഡാണത്. ഇതിൽ മൊത്തം 6 അറകളാണ്. ഞാൻ നോക്കിയപ്പോൾ 6 അറകളാണ് ഇത് കാണാൻ പറ്റിയിട്ടുള്ളത്. ഇപ്പം നിലവിൽ അതിനകത്ത് ആനയൊന്നും കാണുന്നില്ല. പക്ഷേ അങ്ങ് അറ്റത്തൊരു കുട്ടിയാന നിൽപ്പുണ്ട്. കൂടിൻ്റെ തൊട്ടടുത്ത് തന്നെ ആന പരിപാലന ചരിത്രം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള വലിയൊരു ബോർഡ് തന്നെയാണ് വെച്ചിട്ടുള്ളത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ സന്ദർശകരുടെ ശ്രദ്ധിക്കുന്നുള്ളൊരു ബോർഡും വെച്ചിട്ടുണ്ട്. ദയവായി നമ്മൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വേണം ഈ ആനക്കൂട് സന്ദർശിക്കുവാൻ. ഇവിടെ ആനപ്പിടുത്തത്തിൻ്റെ അതിൻ്റെ പരിപാലന ചരിത്രം കൂടി രേഖപ്പെടുത്തിയിട്ടുള്ള മറ്റൊരു ബോർഡാണ് ഈ കാണുന്നത്. നമ്മൾ നേരത്തെ കണ്ട കൊച്ചു കുട്ടിയാനയുടെ അടുത്തിട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ ഒരു ബോർഡ് കാണാം. പേര് കൊച്ചയ്യപ്പൻ, 2 വയസ്സ്. അവനാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് മറ്റു കൂടുകൾ ഏതൊക്കെയാണെന്ന് കാണാം. ഇതാണ് മുകളിലേക്കുള്ള വഴി. കോന്നി ഡിവിഷനിലെ തേക്ക് തോട്ടങ്ങളെക്കുറിച്ചുള്ള ഒരു ബോർഡ് കാണാം ഇവിടെ. കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനമാണ് കോന്നി ഡിവിഷൻ. ആ കാണുന്നതാണ് മറ്റ് ആനക്കൂടുകൾ. കയറി വരുമ്പോൾ തന്നെ ആദ്യം നിൽക്കുന്ന ആനയുടെ പേരാണ് പ്രിയദർശിനി. വയസ്സ് 40. 1992 ഈ ആനയെ ഇവിടെ കൊണ്ടുവന്നത്. മണ്ണാറപ്പാറ റേഞ്ചിൽ പാലക്കുഴിയിൽ നിന്നാണ് ഈ ആനയെ ലഭിച്ചത്. അപ്പുറത്ത് നിൽക്കുന്ന ആളെ ഇനിയൊന്ന് പരിചയപ്പെടാം. ഈ ആനയുടെ പേരാണ് ഈവ. പ്രായം 22. ഇത് മലയാറ്റൂർ ഡിവിഷനിൽ നിന്ന് കൊണ്ടുവന്ന ആനയാണ്. ഈ ആനയുടെ പേരാണ് മീന. വയസ്സ് 33. ഈ ആനയും മണ്ണാറപ്പാറ റേഞ്ചിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ 3 ആനകളും താഴെ ഒരു കുട്ടിയാനയും കൂടി കൂട്ടി 4 ആനയാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത്. ആനക്കൂടിൻ്റെ താഴെ ഭാഗത്തായിട്ട് എലിഫൻ്റ് ആർട്ട് ഗാലറി എന്നും പറഞ്ഞുകൊണ്ട് ഒരു മ്യൂസിയം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വരാം. ആ ഭാഗത്തായിട്ട് ഒരു 3D തിയേറ്റർ ഉണ്ട്. നമുക്ക് അങ്ങോട്ടും കൂടി ഒന്ന് പോകാം. ഈ കാണുന്നതാണ് തിയേറ്ററിൻ്റെ എൻട്രൻസ്. ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് മുതിർന്നവർക്ക് 60ഉം കുട്ടികൾക്ക് 40ഉമാണ്. 10 പേരാകുമ്പോഴേ തിയേറ്ററിനകത്തോട്ട് പ്രവേശിപ്പിക്കുകയുള്ളൂ. നിലവിൽ ഇപ്പോൾ ഇവിടെ ഷോ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകാം. ആട്ടുകാലിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു അശോക വനം എന്നും പറഞ്ഞുകൊണ്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് വിവരണങ്ങളും അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ കാണുന്നതൊക്കെയാണ് അശോക വനങ്ങൾ. അവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. തറയൊക്കെ നല്ല രീതിയിൽ ഷീറ്റുകളും കാര്യങ്ങളൊക്കെ വിരിച്ചിട്ടുണ്ട്. ഈ കാണുന്നതാണ് അശോക വനം എന്ന് പറഞ്ഞത്. നല്ലൊരു അന്തരീക്ഷമാണ് ഇവിടെ ഇരിക്കാനും. നല്ല കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടും. കുട്ടികൾക്ക് കളിക്കാനായി തന്നെ ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇത്രയുമാണ് ഇവിടുത്തെ കാഴ്ചകൾ. ഇവിടെ വരുന്നവർക്ക് സന്തോഷത്തോടെ തന്നെ മടങ്ങിപ്പോകാൻ കഴിയും. നല്ല അന്തരീക്ഷവും നല്ല കാഴ്ചകളുമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ പോകുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടാതെ ലൈക്കും ഷെയറും ചെയ്യണം. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.